കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടുകൂടെ ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 31-ാമത് വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നു ചെന്ന് അതിനെ അടക്കി അവിടെ പാർക്കും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീത വാചകമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പന്തക്കമെന്ന് ഇടവന്നു. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇസ്രായേൽ ജനത്തിന് അവകാശമായി കൊടുത്തൊരു സ്ഥലമാണ് കനാൻ, അല്ലേ? ആ ദേശത്തെ എങ്ങനെയാണ് കൈവശമാക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. രണ്ട് ചിന്തകൾ അവിടെ പറയുന്നത്. ഒന്ന്, യോർദാൻ കടന്നു എന്ന് അതിനെ അടക്കി അവിടെ നിങ്ങൾ പാർക്കും. അപ്പം ഏത് വിധത്തിലാണ് നമുക്കതിനെ അവകാശമാക്കാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറിയാണ് യോർദാൻ കടന്നു ചെല്ലുക എന്നുള്ളത്, അല്ലേ? യോർദാൻ കടന്ന് അക്കരെ കയറണം. അടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, അവിടെയുള്ള അനാക്യമല്ലന്മാരെ അടക്കണം. എന്നിട്ട് മാത്രമേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാർക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ചിലത് കടന്നു ചെല്ലാതെ, ചിലതിനെ അടക്കാതെ ഒരിക്കലും കനാൻ ദേശം എന്ന വാക്തത്വം നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം. നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ക്ലേശത്തിലാക്കുന്നത് പലപ്പോഴും പല യോർദാനുകളാണ്, അല്ലേ? ഇല്ലെങ്കിൽ പല അനാക്യ ശക്തികളാണ്. നമുക്കത് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറം നമ്മളായിപ്പോകുന്നു. അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ, അത് മാനസികമാകാം, പൈശാചികമാകാം, ചില തലങ്ങൾ ഒക്കെ നമുക്ക് പലപ്പോഴും അതിനെ കടന്ന് അപ്പുറം കയറുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ ഇസ്രായേൽ ജന യോർദാൻ കടന്നത്? നമുക്കറിയാം, മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിടുവിച്ച് ചെങ്കടലിൻ്റെ കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെങ്കടൽ രണ്ടായി വിഭജിപ്പാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചത് മോശയുടെ കയ്യിലിരിക്കുന്ന വടിയാണ്. ആ വടി നീട്ടിയിട്ട് ചെങ്കടൽ ഉണ്ടായി മാറിയപ്പോൾ അതിൻ്റെ നടുവിലൂടെ ദൈവം ഇസ്രായേലിനെ അക്കരെ കടത്തുവാൻ തക്കവണ്ണം ഇടവന്നു. മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് ദൈവം ആ ചെങ്കടലിന്റെ കരയിൽ വെച്ച് അങ്ങനെ ഒരു പ്രവൃത്തിയിലൂടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തി അക്കരെ എത്തിച്ചത്, അല്ലേ? ശ്രദ്ധിക്കുക, അതേ ഇസ്രായേൽ ജനമാണ് ഇപ്പോൾ കനാൻ ദേശത്തിലേക്ക് എത്തുവാൻ വേണ്ടി എവിടെ വന്ന് നിൽക്കുന്നത്? യോർദാന്റെ കടവിൽ നിൽക്കുന്നത്. രണ്ട് ലീഡർഷിപ്പാണ്. ചെങ്കടലിന്റെ കരയിൽ ഇസ്രായേലിന്റെ നായകൻ മോശയാണ്. യോർദാൻ കടക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ നായകൻ യോശുവയാണ്. ഒരു പക്ഷേ എൻ്റെ ചിന്തയിൽ നിന്നൊരു ചിന്ത നിങ്ങളോട് പറയുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരുപക്ഷെ ഇസ്രായേൽ ജനം പറഞ്ഞു കാണും, അല്ലെങ്കിൽ ചെങ്കടലിന്റെ കരയിൽ അത്ഭുതം കണ്ട ഇസ്രായേൽ ജനം അവിടെ ഉണ്ടായിരുന്നു. അവർ ചെല്ലെങ്കിലും സൂചിപ്പിച്ച് കാണണം. യോശുവയെ മോശയുടെ വടിയാണെന്ന് ചെങ്കടലിനെ വിഭജിച്ചത്. അതേ വടി നമുക്കിവിടെ ഉണ്ട്. ആ വടിയെടുത്ത് നീട്ടിയ സ്തോത്രം യോർദാൻ എന്ത് ചെയ്യും? രണ്ടായി മുറിഞ്ഞു മാറും. യോശുവ എങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, അല്ലേ? യോശുവ പറഞ്ഞ എന്നതുവാ, നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാന്റെ വെള്ളത്തിന്മേൽ വെക്കുമ്പോൾ യോർദാൻ രണ്ടായി മുറിഞ്ഞു മാറും. അങ്ങനെയാണ് അവരെടുത്തു വെച്ച് യോർദാൻ മറികടക്കുവാൻ തക്കവണ്ണം ഇടവന്നത്. വിശ്വാസത്തോടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ യോർദാൻ രണ്ടായി മുറിഞ്ഞു മാറുവാൻ തക്കവണ്ണം ഇടയായി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, യോർദാൻ കടന്നെങ്കിലേ നമുക്ക് വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അപ്പോൾ യോർദാൻ കടന്നു കഴിഞ്ഞാൽ അടുത്ത കാര്യം ഒരു അല്പപ്രയാസമുള്ളതാണ്. അനാക്യമല്ലന്മാരെന്ത് ചെയ്യണം? അടക്കണം. പ്രീസലോ, അവിടുത്തെ ശക്തി വലുതാണ്, അല്ലേ? അവിടുത്തെ അനാക്യമല്ലന്മാർ വലുതാണ്. ഇസ്രായേൽ ജനം പറഞ്ഞതാണ് മരുഭൂമിയിൽ വെച്ച്, ഞങ്ങളെക്കാൾ ബലവാന്മാരാണവർ, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടിക്കിളികളാണ്. പക്ഷേ ദൈവം നിങ്ങളെ മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചത് അനാക്യമല്ലന്മാരുടെ മുമ്പിൽ തോറ്റ് പിന്മാറാനല്ല, പകരം അവരെ ജയിച്ച് അവരെ അടക്കി അവിടെ നിങ്ങൾ പാർക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിനുവേണ്ടിയാണ് ദൈവം മിസ്രൈമിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ഇടവന്നതെങ്കിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, യോർദാൻ കടന്ന് സ്തോത്രം കനാൻ ദേശം അവകാശമാക്കുവാൻ തക്കവണ്ണമുള്ള രീതിയിൽ അവിടെയുള്ള അനാക്യമല്ലന്മാരെ അടക്കി അവിടെ പാർക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് യോർദാൻ കടഞ്ഞു അവിടെയുള്ള അനാക്യമല്ലന്മാരെ തകർത്ത് സ്തോത്രം കനാൻ എന്ന വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ തക്കവണ്ണം സ്വർഗം അവിടെ നിന്ന് കൃപ ചെയ്താട്ട്. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വം കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.